BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചിയെ പൂക്കളുടെ വർണ്ണപ്പൊലിമയിലാക്കുന്ന കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് 22-ന് തുടക്കമാകും. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നതാണ് 41ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവിൽ നടന്നത്. 54,000 ചതുരശ്ര അടിയിലാണ് പവലിയൻ. ഇത് കഴിഞ്ഞ വർഷത്തെ പുഷ്പോത്സവ പവലിയനേക്കാൾ ഇരട്ടിയാണ്. 5,000-ലധികം ഓർക്കിഡുകൾ, അഡീനിയം, ആന്തൂറിയം, വിവിധതരം റോസ്, ബോൺസായി ചെടികൾ, പലതരം സെക്കുലൻ ചെടികൾ, പുഷ്പാലങ്കാരം, വെജിറ്റബിൾ കാർവിംഗ് എല്ലാം ഉൾപ്പെടുന്നതാണ് പുഷ്പമേള. മിതശീതോഷ്ണ കാലാവസ്ഥയിലെ പൂച്ചെടികളായ കല്ലാ ലില്ലി, അമാരിലസ്, ഫ്യൂജിയ, യുസ്ഡോമ, അസീലിയ തുടങ്ങിയവ കാണികൾക്ക് കൗതുകമുണർത്തുന്നതാകുമെന്നും സംഘാടകർ പറഞ്ഞു. ഉദ്യാനങ്ങളിലേക്ക് ആവശ്യമായ ചെടികളും വളവും മറ്റ് വസ്തുക്കളും വാങ്ങാൻ പ്രമുഖ നഴ്സറികളുടെയും കമ്പനികളുടെയും സ്റ്റാളുകളും ഷോയുടെ ഭാഗമായി ഉണ്ടാകും. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന ഫീസ്. ഗ്രൂപ്പായി വരുന്ന കുട്ടികൾക്ക് ആകർഷക ഇളവുകളുമുണ്ട്. ജനുവരി 1 വരെയാണ് ഫ്ലവർ ഷോ. വിവരങ്ങൾക്ക് 9447002211 എന്ന നമ്പറിലോ 944700000804 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പുതുവത്സരാഘോഷം ലഹരി മുക്തമാക്കാൻ ഊർജിത പരിശോധനയുമായി പോലീസ്. സിറ്റിപ്പുറത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 41 കേസുകൾ ഇന്നലെ രജിസ്റ്റർ ചെയ്തു. 47 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് രാസലഹരി, കഞ്ചാവ് എന്നിവ പിടിച്ചെടുത്തു. പോലീസ് 60 സംഘങ്ങളായി തിരിഞ്ഞാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനയ്ക്കിറങ്ങിയത്. കഴിഞ്ഞ 3 ദിവസമായി പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇത്രയേറെ പോലീസുകാരെ ഒരേ സമയം പരിശോധനയ്ക്കായി വിന്യസിച്ചത് ഇന്നലെയാണ്. രാവിലെ 6-ന് സ്ക്വാഡുകൾ രംഗത്തെത്തി. ഓരോ മേഖലയിലും വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ച് ഒരേ സമയം വാഹന പരിശോധന നടത്തി. സംശയം തോന്നിയ വാഹനങ്ങൾ അരിച്ചു പെറുക്കി പരിശോധിച്ച ശേഷമാണ് വിട്ടയച്ചത്. ലഹരി ഹോട്ട്സ്പോട്ടുകളായി പോലീസ് കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, അപ്പാർട്ട്മെന്റുകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിലും പരിശോധനയ്ക്ക് സ്ക്വാഡുകൾ എത്തി. നഗരത്തിൽ വിപണനത്തിനായി ലഹരി സൂക്ഷിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളും ലക്ഷ്യമിട്ടിരുന്നു. ലഹരി വിൽപ്പന കേസുകളിലെ സ്ഥിരം പ്രതികൾ, ഇവരുടെ താവളങ്ങൾ, കേസുകളിൽ പ്രതികളായി നിലവിൽ ജയിലിന് പുറത്തുള്ളവർ, ഇവർക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവർ എന്നിവരെയും നിരീക്ഷണത്തിലാക്കിയിരുന്നു. നർക്കോട്ടിക് സെല്ലിൻ്റെതുൾപ്പെടെ 4 ACPമാരുടെ നേതൃത്വത്തിൽ 20 ഇൻസ്പെക്ടർമാർ, 40 SIമാർ, 225 പോലീസുകാർ എന്നിവർ പരിശോധനയുടെ ഭാഗമായി. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് വാസ്കോഡ ഗാമ സ്ക്വയറിൽ മാപ്പിളപ്പാട്ട്, കരോക്കെ ഗാന മത്സരം നടക്കും. നാളെ പരേഡ് മൈതാനത്ത് ഓട്ട മത്സരം, വൈകിട്ട് 3-ന് ഇന്റർ ഡ്രൈവിന്റെ നീന്തൽ മത്സരങ്ങൾ, 6:30-ന് വാസ്കോഡ ഗാമ സ്ക്വയറിൽ ബാൻഡ് വേളം, 22-ന് രാവിലെ 6-ന് വേളി മൈതാനത്ത് സൈക്കിൾ റേസ്, 7-ന് മുണ്ടംവേലി കോർപ്പറേഷൻ മൈതാനത്ത് ആർച്ചറി മത്സരം, 10-ന് ബാസ്റ്റൺ ബംഗ്ലാവിൽ കൊങ്കണി ഗാന മത്സരം, 7-ന് മുണ്ടംവേലി കോർപ്പറേഷൻ മൈതാനത്ത് ക്രോസ്ബോ മത്സരം, നെഹ്റു പാർക്കിൽ മോട്ടോർ സ്ലോ റേസ്, 4-ന് സൗത്ത് ബീച്ചിൽ മെഗാ ഷോ, 7-ന് വാസ്കോഡ ഗാമ സ്ക്വയറിൽ ദശരഥായനം നാടകം, 23-ന് വൈകിട്ട് 5:30-ന് വാസ്കോഡ ഗാമ സ്ക്വയറിൽ ഓട്ടൻ തുള്ളൽ, 7-ന് പരേഡ് മൈതാനത്ത് വൈദ്യുതി ദീപാലങ്കാര ഉദ്ഘാടനം, 24-ന് പള്ളത്തൂർ രാമൻ മൈതാനത്ത് ക്ലാസിക്കൽ ഡാൻസ്, 25-ന് രാവിലെ 10-ന് മട്ടാഞ്ചേരി ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ കോലം വരയ്ക്കൽ രംഗോലി മത്സരം, 6-ന് പരേഡ് മൈതാനത്ത് ഗാനമേള, 27-ന് രാവിലെ 9-ന് ഫോർട്ട് കൊച്ചി കടപ്പുറത്ത് ഗുസ്തി മത്സരം, 3:30-ന് കളത്തറ കായലിൽ വഞ്ചി തുഴയൽ മത്സരം, 5:30-ന് വാസ്കോഡ ഗാമ സ്ക്വയറിൽ സുനാമി അനുസ്മരണം, 6:30-ന് നാദമയൂഗയുടെ സംഗീത പരിപാടി, 6-ന് പരേഡ് മൈതാനത്ത് DJ 27, രാവിലെ 10-ന് അമരാവതി UP സ്കൂളിൽ കരോക്കെ ഗാന മത്സരം തുടങ്ങിയവ അരങ്ങേറും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. അനധികൃത ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കം ചെയ്യാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി കഴിയുന്നതോടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും നടപടി ഊർജിതം. പലയിടത്തും കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾ നീങ്ങി, പാതയോരങ്ങൾ നീറ്റായി. പശ്ചിമകൊച്ചി ഉൾപ്പെടെ കൊച്ചി നഗരസഭാ പരിധിയിൽ ഫ്ലെക്സ് ബോർഡുകളും കൊടിത്തോരണങ്ങളും നീക്കി തുടങ്ങിയെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷൻ TK അഷ്റഫ് പറഞ്ഞു. പലർക്കും നോട്ടീസ് നൽകി തുടർ നടപടിയെടുക്കുന്നത് റവന്യൂ വകുപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ബാനറുകളും കൊടിത്തോരണങ്ങളും സംബന്ധിച്ച നടപടി മേയറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പറഞ്ഞു. തൃപ്പൂണിത്തുറയിൽ 485 ബോർഡുകളും 98 ബാനറുകളും 5 കൊടികളും നീക്കി. സ്ക്വാഡ് പരിശോധന കർശനമാക്കുമെന്നും പോലീസ് കേസിന് പുറമെ 5,000 രൂപ വരെ പിഴ ഈടാക്കുമെന്നും സെക്രട്ടറി PK സുഭാഷ് പറഞ്ഞു. മരടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ PI ജേക്കബ്സിന്റെ നേതൃത്വത്തിൽ
150-ലേറെ ബോർഡുകൾ നീക്കി. പ്ലാസ്റ്റിക് മാലിന്യം വേർതിരിക്കുന്ന കേന്ദ്രത്തിനടുത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. വരാപ്പുഴ കോട്ടുവള്ളി പഞ്ചായത്തിൽ ഫ്ലെക്സ് ബോർഡുകളും കൊടിമരങ്ങളും നീക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടിടങ്ങളിൽ തർക്കമുണ്ടായി. കൂനമ്പാവ്, ചന്തക്കേപ്പള, ചെമ്മായം ഭാഗങ്ങളിലാണ് പാർട്ടി കൊടിമരങ്ങൾ നീക്കുന്നത് തർക്കത്തിൽ കലാശിച്ചത്. PWD സ്ഥലത്തിന്റെ അതിർത്തി പരിശോധിച്ച ശേഷം തുടർ നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നഗരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ചതോടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 3 വാർഡുകളിൽ അതീവ ജാഗ്രത. നഗരസഭയിലെ 10, 12, 14 വാർഡുകളായ പെരിങ്ങഴ, HMT എസ്റ്റേറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലായി 13 പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30-ലധികം പേർക്കാണ് രോഗലക്ഷണമുള്ളത്. നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വെള്ളം, ഐസ് എന്നിവയിലൂടെ രോഗം പകർന്നതായാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. രോഗവ്യാപനം നടന്ന മേഖലകളിൽ ക്ലോറിനേഷൻ നടത്തുകയും കുടിവെള്ളം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. പെരിങ്ങഴ വാർഡിൽ മാത്രം 2 കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.